ഹിന്ദുധർമ്മ പരിഷത്ത് പ്രസിഡന്റ് ശ്രീ എം ഗോപാൽജി ABC-യിലേക്ക് സ്വാഗതം. ശബരിമലയുടെ പ്രശസ്തി ലോകം മുഴുവൻ പരക്കേണ്ടതല്ലേ? കാരണം മലയാളക്കരയുടെ ഒരു ആത്മീയ ഔന്നത്യമാണ് ശബരിമല. ഉറപ്പായിട്ടും. പക്ഷേ ഇനി പരക്കേണ്ട കാര്യമില്ല. ലോകം മുഴുവൻ അറിയപ്പെടുന്ന സ്ഥലമാണ് ശബരിമല. പക്ഷേ ആ ശബരിമല അറിയപ്പെടുന്നത് ആളുകൾ കേരളത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന തക്ക വിധത്തിലായിരിക്കണം. ശബരിമലയിലേക്ക് ആകർഷിക്കപ്പെടുത്തക്ക വിധത്തിലായിരിക്കണം. കാരണം ശബരിമല ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരാധ്യാത്മിക കേന്ദ്രമാണ്. ആ ആധ്യാത്മിക കേന്ദ്രത്തിലേക്ക് വരുന്ന ആളുകൾ വളരെ വിശ്വാസത്തോടുകൂടി വരുന്നവരാണ്. ആ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള, അവരെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് കടക്കത്തക്ക വിധത്തിലാകരുത് ശബരിമലയിലേക്ക് ജനങ്ങൾ വരുന്നത്. അധികൃതർ ആ നിലയ്ക്ക് ആയിരിക്കണം അധികൃതർ കാണുന്നതും, അതോടൊപ്പം തന്നെ ജനങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കേണ്ടതും. എന്നാൽ മാത്രമേ ഇന്ന് ശബരിമല ലോകം മുഴുവൻ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ആ അറിയപ്പെടുന്ന ആധ്യാത്മിക കേന്ദ്രത്തിൻ്റെ പ്രത്യേകതകളോടുകൂടി ഇനിയും അത് നിലനിൽക്കുകയുള്ളൂ. എനിക്കിപ്പോൾ ഒരു ഓർമ്മ വരുന്നൊരു കാര്യം, 1968 അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രാക്കുളം ഭാസി ഈ ശബരിമലയുടെ പ്രശസ്തി കേരളം വിട്ട് മറ്റുള്ളിടങ്ങളിലേക്ക് രാജ്യം മുഴുവൻ എത്തിക്കാൻ വേണ്ടി ഒരു അയ്യപ്പ ജ്യോതി പ്രയാണം നടത്തുകയുണ്ടായി. അന്ന് പ്രാക്കുളം ഭാസിക്കെതിരെ അതിശക്തമായ വിമർശനമുണ്ടായി. അയ്യപ്പനെ കൊണ്ടു നടന്ന് വിറ്റ് കാശാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോഴും അതിൻ്റെ വേറൊരു പതിപ്പല്ലേ നമ്മൾ കാണുന്ന, പുതിയ കാലത്ത് പുതിയ രൂപത്തിൽ അല്ലേ? അതിന് കാരണങ്ങളുണ്ട്. പ്രാക്കുളം ഭാസി അന്ന് അയ്യപ്പ ജ്യോതി കൊണ്ട് നടന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിൻ്റെ മുന്നിൽ തന്നെ ശബരിമലയെ തകർക്കാനുള്ള ശ്രമം നടന്നിട്ടില്ലേ? ഉണ്ട്. ആ തകർക്കാനുള്ള ശ്രമം നടന്നതിനെ വീണ്ടും ഞങ്ങൾ തകർപ്പിൽ നിന്ന് മാറ്റും എന്ന് പറയപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ ആദ്യം ഭരണം ഏറ്റെടുത്ത സമയത്താണ്, അതിൻ്റെ മുമ്പേ ശബരിമല തകർക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സർക്കാർ അന്വേഷണ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നില്ല. സ്വാഭാവികമായും പുറത്തു വരാത്തതിൻ്റെ കാരണം അതെന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരമാണ് രണ്ടാമത് വന്ന കാര്യം. അതോടൊപ്പം തന്നെ പുറത്തു കൊണ്ടുവന്നോ? ഇല്ല. കാരണം ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാരായിരുന്നില്ലേ ഭരണത്തിലേറിയിരുന്നത്? ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങിച്ചുകൊണ്ടായിരുന്നു അവർ അധികാരത്തിൽ വന്നത്. ആ ഹിന്ദുക്കളെന്ന് വോട്ട് കൊടുക്കാൻ കാരണം ശബരിമല റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഉള്ളതായിരുന്നു. പക്ഷെ അധികാരത്തിലേറി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നില്ല. അതിൻ്റെ കാരണം ഞങ്ങൾ അന്ധവിശ്വാസത്തിനെതിരാണ്. ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ തകരും എന്ന് വിശ്വസിച്ചവരാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ അന്ന് ഭരിച്ചിരുന്ന ആൾക്കാർ. ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ടതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ആൾക്കാരെ. ആ ആളുകൾ സ്വാഭാവികമായും അന്ന് അയ്യപ്പ ജ്യോതി എതിർത്തു. അവർ മാത്രമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ശബരിമലയ്ക്ക് പോകണത്തിൻ്റെ കൂടെ തന്നെ വേറെ ചില ഉദ്ദേശങ്ങളും കൂടി ഉണ്ടായിരുന്നു. എതിർപ്പുണ്ടായി എന്നുള്ളത് ശരിയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോഴും അന്ന് മാറി വന്ന ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം എന്ത് ചെയ്തു? ശബരിമലയിലെ സ്ത്രീ പ്രവേശം എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതിയുമായി മുമ്പോട്ട് വന്നു. ആ സ്ത്രീ പ്രവേശം അനുവദിക്കില്ല, സ്ത്രീകളെ പ്രവേശിക്കുന്ന ആതിരിതല്ല. പക്ഷേ ഏത് തരത്തിലുള്ള ആൾക്കാർ, 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ പ്രവേശിപ്പിക്കാവൂ എന്നുള്ളത് മാത്രമാണ്. അത് ആചാരത്തിൻ്റെ ഭാഗമാണ്. എത്രയോ വർഷങ്ങളായിട്ട് ജനങ്ങൾ ആചരിക്കുന്ന ഒരു രീതിയാണ്. അതിൻ്റെ ബാക്കിയുള്ള സയൻറ്റിഫിക് രീതിയിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ ചതിക്കപ്പെട്ട ആൾക്കാർ ഇന്ന് വീണ്ടും ഇങ്ങനത്തെ ഒരു പദ്ധതിയുമായി മുമ്പോട്ട് വരുമ്പോൾ സ്വാഭാവികമായും പ്രാക്കുളം ഭാസിയെക്കുറിച്ച് ചിന്തിക്കും, അതിൻ്റെ മുമ്പുള്ള ആളുകളെക്കുറിച്ച് ചിന്തിക്കും,
ശബരിമല തീവെപ്പിനെക്കുറിച്ച് ചിന്തിക്കും, അതിനുശേഷം നടന്ന നിലയ്ക്കൽ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കും. ഇതെല്ലാം കൂടി വരുന്ന സമയത്താണ് ഇത് ഹിന്ദുക്കളെ വീണ്ടും വഞ്ചിക്കാനുള്ള, വിശ്വാസികളെ വഞ്ചിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണെന്ന് തോന്നലുണ്ടാകുന്നത്. അപ്പോൾ ശബരിമലയെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം പലരിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ ഭരണകാലത്തും ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അന്ന് PJ ജോസഫ് മന്ത്രിയായിരിക്കുമ്പോൾ, അതായത് മുല്ലപ്പെരിയാർ വിഷയത്തിൻ്റെ കാര്യത്തിൽ നെഞ്ചത്ത് കൈ അടിച്ചുകൊണ്ട് കരഞ്ഞു, മുല്ലപ്പെരിയാർ ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞ് തമിഴ്നാടുമായിട്ട് വലിയ ശത്രുതയിലായി. ആ മണ്ഡല മകരവിളക്ക് കാലത്ത്, പ്രത്യേകിച്ച് മകരവിളക്ക് സമയത്ത് സന്നിധാനത്തിൽ തീർത്ഥാടകർ കുറവായിരുന്നു. അപ്പം കാരണം ഈ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയക്കാർ, ഹിന്ദുവിരുദ്ധരായുള്ള മതങ്ങൾ, അതിൻ്റെ ഭാഗമാണ് ഇപ്പം പറഞ്ഞത്. എല്ലാ മതങ്ങളും, ഹിന്ദുവിരുദ്ധരായുള്ള എല്ലാ മതങ്ങളും അവർ സർവധർമ്മ സമഭാവന എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല. വേറെ സെക്യുലറിസം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇതിൽ അങ്ങ് നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സർവധർമ്മ സമഭാവനയാണ്. ആ വാക്ക് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ട് സ്വാഭാവികമായും ശബരിമലയെ തകർക്കും എന്നുള്ളത്. എന്തൊക്കെയാണ് വന്നത്? ഒന്ന്, മുല്ലപ്പെരിയാർ പ്രശ്നം, എലിവാലി പ്രശ്നം വന്നില്ലേ? ഇങ്ങനത്തെ ഓരോ സമയത്തും ഓരോ പ്രശ്നങ്ങളുമായിട്ട് ആൾക്കാർ മുമ്പുണ്ട്. PJ ജോസഫിൻ്റെ പൂർവികന്മാരായിരുന്നല്ലോ ശബരിമല തകർത്തത് ആദ്യം. ആ സമയത്ത് അതിന് തൊട്ട് മുമ്പ് ഭരിച്ചിരുന്നത് ആദ്യത്തെ ഭരണമാണ്. അതും അദ്ദേഹത്തിൻ്റെ പൂർവികന്മാരൊക്കെ തന്നെയായിരുന്നു. അപ്പോഴാണ് അതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് EMS പറഞ്ഞത്. ഞാൻ ആ പേര് പറയേണ്ട വിചാരിച്ച EMS പറഞ്ഞത് ശബരിമല റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരും എന്നുള്ളത്. നോക്കുമ്പം ഈ മുല്ലപ്പെരിയാർ മാത്രമല്ല, ഇതേപോലത്തെ ഓരോ അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകും എന്നും ഉണ്ടായി എന്നും രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഈ ശബരിമലയ്ക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയ്ക്കാനും അതേപോലെ തന്നെ വിശ്വാസങ്ങൾ കുറയ്ക്കാനും കഠിന ശ്രമം ഓരോ ഭരണത്തിലും നടന്നിട്ടുണ്ട്, കാലത്തും നടന്നിട്ടുണ്ട്. പക്ഷേ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ശബരിമല എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ചിത്രത്തിൽ കയറി വരുന്നത് ഒന്ന് പന്തളം കൊട്ടാരം, മറ്റൊന്ന് തന്ത്രി കുടുംബം. ഇവരെ രണ്ടുപേരെയും ഇക്കാര്യത്തിൽ അവർ ഉൾക്കൊള്ളിക്കുന്നില്ല. ഇത് സർക്കാർ നടത്തുന്ന ഒരു കാര്യമായി മാറുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്നു പറയുന്നു. ആഘോഷിക്കണം, നല്ലത് തന്നെയാണ്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് അവർ ആദ്യം ചിന്തിക്കേണ്ട രണ്ട് പേരുണ്ട്. ശ്രീ മന്നത്ത് പത്മനാഭനും R ശങ്കറും. ഇങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് അവർ ചിന്തിക്കണ്ടേ? ആ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് സുകുമാരൻ നായർ പറഞ്ഞ കാര്യമല്ല ഉൾക്കൊള്ളേണ്ടത്. ഹിന്ദുത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങളും നിലനിന്നെന്നുള്ള ഓർക്കണം. ഹിന്ദു മഹാമണ്ഡലം ഉണ്ടായത് ആ കാലത്തിന് തൊട്ട് മുമ്പല്ലേ? അപ്പം ഓർക്കേണ്ടത് മന്നത്ത് പത്മനാഭയല്ലേ പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. ഈ ഹൈന്ദവ വിശ്വാസികളല്ല, പൂർണ്ണമായും ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന അപ്പം NSന്റെ ചരിത്രം പറയേണ്ടി വരും, മന്നത്ത് പത്മനാഭൻ്റെ ചരിത്രം പറയേണ്ടി വരും, ഇതെല്ലാം പറയേണ്ടി വരും ഇങ്ങനത്തെ കാര്യങ്ങൾ പോകുമ്പോൾ. SNDPയുടെ ചരിത്രം പറയേണ്ടി വരും, ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്രം പറയേണ്ടി വരും. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് ഇവരെ ആരെയും യോജിപ്പിക്കാതെയാണ്, ആലോചിക്കാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് കൂടി ചിന്തിക്കണം. ആരോട് ആലോചിച്ചിട്ടല്ലല്ലോ ഈ കാര്യം ചെയ്യുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 75ാം വർഷം ആചരിക്കുകയും ഈ വർഷം തന്നെ ശബരിമലയുടെ ഉന്നമനത്തിന് വേണ്ടി, ഉന്നമനം അവരുദ്ദേശിക്കുന്ന സാമ്പത്തിക ഉന്നമനാണ്. അതെ. ശ്രീ സംപൂജ്യ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ ഒരു വലിയ പദ്ധതി മുന്നോട്ട് വെച്ചിരുന്നില്ലേ? അന്ന് K കരുണാകരനായിരുന്നു ഭരിച്ചിരുന്നത്. ആ പരിപാടി ശബരിമലയുടെ സമ്പൂർണ്ണ വികസനമായിരുന്നില്ലേ? എന്തേ അത് സ്വീകരിക്കാതെ ഇരുന്നത്? ഹരിഹരാസനം പദ്ധതി എന്നുള്ള അതിന് പേര് പറഞ്ഞിരുന്നത്. അതെ, അതിൽ സമ്പൂർണ്ണ വികസനമാണ്. ഒരു മരം പോലും മുറിക്കാതെ ആ അടിക്കാടുകൾ മാത്രം വെട്ടിക്കൊണ്ട് അവിടെ ഒരു വലിയ വികസനം കൊണ്ടുവരാനാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ച പദ്ധതി. അത് അംഗീകരിച്ചില്ല. പിന്നെ ഏത് വികസനമാണ് ഇവർ കൊണ്ടുവരാൻ പോകുന്നത്? അപ്പോൾ അവരുടെ രാഷ്ട്രീയ സാമ്പത്തിക വികസനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് ഉറപ്പാണ്. അതിൽ കൂടി ഹിന്ദുക്കളെ വഞ്ചിക്കുകയും. ഞാൻ ഈ ശബരിമലയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള സ്ഥിതിക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്. അത് ശരിയാണെങ്കിൽ അംഗീകരിക്കുക. അതായത് പമ്പ വരെ എന്നും ആർക്കും പോകാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ട് ഡിപ്പോകളിൽ നിന്ന് പമ്പയ്ക്ക് ബസ് സർവീസ് ഉണ്ട്.
പമ്പയിലെ ഗണപതി ക്ഷേത്രവും ഹനുമാൻ ക്ഷേത്രവും ഒക്കെ തന്നെ നിത്യപൂജയുമുണ്ട്, ബലികർമ്മങ്ങൾക്കുള്ള സൗകര്യവുമുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ നിക്ഷേപക സംഗമമാക്കി മാറ്റിക്കൊണ്ട് പമ്പ വരെ ഇവരേതെങ്കിലും തരത്തിലുള്ള ടൂറിസം പദ്ധതിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് സത്യം. ഞാനും ചിന്തിക്കുന്ന അങ്ങനെയാണ്. ഞാൻ ചിന്തിക്കല്ല, പതിനായിരക്കണക്കിന് ആൾക്കാരായി ഇത് ചിന്തിക്കുന്നവരുണ്ട്. ഇതാണ് സത്യം എന്നുള്ള നിലയ്ക്ക്. ഇതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ശബരിമല സീസണിൽ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ചാർജ് എത്രയാണ് കൂട്ടുന്നത്? അതെ, ആർ ബാലകൃഷ്ണപിള്ള മന്ത്രിയായിരുന്ന കാലത്ത് ശ്രീ കുമ്മനം രാജശേഖരനോടൊപ്പം ഞാനും കൂടി അദ്ദേഹത്തിനെ കാണാൻ പോയി. അപ്പോൾ കുമ്മനം ഈ കൂട്ടുന്നതിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, രാജശേഖരൻ, ഞാൻ എല്ലാ ശബരിമല സീസണിലും ശബരിമലയിൽ പോണ ആളാണ്. അപ്പോൾ രാജശേഖരൻ പറഞ്ഞു, അത് ശരിയായിരിക്കാം, പക്ഷെ ഞാൻ ഒന്നാം തീയതി ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്, അല്ലാത്ത സമയത്ത് ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്. അതുകൊണ്ട് അവിടുത്തെ ബുദ്ധിമുട്ടുകൾ ശരിക്കും അറിയുന്നത് എനിക്കാണ്. ബാലകൃഷ്ണപിള്ള പിന്നെ വേണ്ടിയില്ല, ആ ഇതിനെക്കുറിച്ച് ഉത്തരവും പറഞ്ഞിട്ടില്ല കുട്ടിയോ പോലെ. ഇന്നു മുതലേ സ്ഥിതി ഇതിനെ കറവ പശുവാക്കുക. ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരെ കറന്നെടുത്തുകൊണ്ട് കറവ പശുവാക്കുക. അപ്പം അതിലും വലിയൊരു പദ്ധതിയാണല്ലോ ഇപ്പം വരാൻ പോണ പദ്ധതി. പമ്പ വരെ പോകാം. ടൂറിസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭക്തിക്കല്ല. കാരണം പോകുന്ന ആ ശബരിമല പാതയൊക്കെ തന്നെ അതിമനോഹരമായ കാനന ഭംഗി ആസ്വദിക്കാവുന്നതാണ്. പമ്പയുടെ തീരം നമുക്കറിയാവുന്നതാണ്. ഈ അട്ടത്തോട് പോലുള്ള സ്ഥലം, അട്ടത്തോട്, ചാലക്കയം, നിലയ്ക്കല് ഒക്കെ. ഇനി വിദേശികളെയും കൂടെ കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിലും എരുമേലിക്ക് സമീപം ചെറുവള്ളി എയർപോർട്ടും വരാൻ പോവുകയാണ്. ശരിയാണ്. ഇതിൽ മാത്രമല്ല, ഒരു കാര്യം കൂടിയുണ്ട്. ഈ അട്ടത്തോട് മുതൽ അങ്ങോട്ട് താമസിക്കുന്ന വനവാസി വിഭാഗങ്ങളുണ്ട്. ഇവരുടെ സ്ഥിതി എന്തായി മാറും? അവരുടെ സ്വത്വം നഷ്ടപ്പെടും. അവരെ മുഴുവൻ, ഞാൻ ആ വാക്കുകൾ പറഞ്ഞാൽ വർഗീയത പറയാചാരിക്കും, മതം മാറ്റപ്പെടും എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർ സ്വത്വം നഷ്ടപ്പെടുന്ന സമയത്ത് സ്വാഭാവികമാണ്. ഇന്ന് തന്നെ അവരുടെ നല്ലൊരു ഭാഗം സ്വത്വം അവർക്കല്ലേ ശബരിമലയിൽ അവകാശം ശരിക്കും ഉണ്ടായിരുന്നത്. അവരായിരുന്നില്ലേ ആദ്യം വിളക്ക് കൊളുത്തിയിരുന്ന ആൾക്കാർ. ഇന്ന് അവരുടെ സ്ഥിതി എന്തായി? അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ശബരിമലയിൽ നിന്ന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ? ഈ പാവപ്പെട്ടവരെ മുഴുവൻ അതാത് കാലത്ത് ഭരിച്ചിരിക്കുന്ന സർക്കാരുകൾ, കാരണം അത് ദേവസ്വം ബോർഡിൻ്റെ പേരിലാണെങ്കിൽ സർക്കാർ കാര്യം ചെയ്യുന്നുള്ള ഏത് കൊച്ചു കുട്ടിക്കും മനസ്സിലാവും സർക്കാരാണെന്നുള്ളത്. കാലത്ത് വരുന്ന സർക്കാരുകൾ അവരെ തകർത്തില്ലേ ഓരോ കാലഘട്ടത്തിലും? അവരുടെ പുരോഗതി എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവർ സിറ്റിയിലേക്ക് കുടിയേറി പാർക്കുന്ന അല്ലല്ലോ അവരുടെ തനിമ. അപ്പം ഇതിൻ്റെ ഉദ്ദേശങ്ങൾ പലതാണ്. ഒരു ശബരിമല ആ സ്ഥലത്തിനെ തകർക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ടൂറിസം പദ്ധതിയിൽ കൂടിയിട്ട് വന്നു കഴിഞ്ഞാലും അതിൽ കൂടിയിട്ട് അവരാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കും. അതോടൊപ്പം തന്നെ ധർമ്മത്തിനെ മാത്രമല്ല, ഈ രാജ്യത്തിനെ കൂടിയിട്ട്, പൊതുവായുള്ള രാഷ്ട്രത്തിനെ കൂടി തകർക്കുന്നതിനുള്ള ഒരു ചെറുഭാഗം കേരളത്തിൽ നിന്നും തുടക്കമിടാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ശബരിമല സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒന്ന് ചിലപ്പോൾ രൂപം കൊള്ളേണ്ടി വരുമായിരിക്കും, അല്ലേ? അതെ, സേവ് ശബരിമല. അതെ, അങ്ങനെ ഒരു പക്ഷേ ഹൈന്ദവ സംഘടനകൾ ആലോചിക്കേണ്ടി വരില്ലേ? ഇപ്പം പന്തളത്ത് ചേരാൻ പോകുന്നുണ്ടല്ലോ, കൊട്ടാരത്തുമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. സ്വാഭാവികമായും അങ്ങനത്തെ ഒരു സംഗതി വരും എന്നാണ് ചിന്തിക്കേണ്ടത്. കാരണം ഒരാളെടുക്കുന്നതല്ലല്ലോ, ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്ത് എടുക്കുന്ന തീരുമാനങ്ങളിൽ കൂടി മാത്രമേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇതാണ് വാസ്തവം. ഓക്കെ ഗോപാൽജി, വളരെ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.